ഹായ് എവ്രി വൺ PYQ ഡിസ്കഷൻ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21 to 40. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിഫൈൻഡ് ബൈ സോൺ റിഫൈനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി സോൺ റിഫൈനിങ് പ്യൂരിഫിക്കേഷനിൽ നിങ്ങൾ മനസ്സിലാക്കണം, സോൺ റിഫൈനിങ് മെത്തേഡ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. സെമി കണ്ടക്ടേഴ്സിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ലൈക്ക് സിലിക്കൺ, ജെർമേനിയം, ഗാലിയം ഇവർക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആരെ യൂസ് ചെയ്യാതിരിക്കും? യെസ്, ഗോൾഡ് ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ. 22, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ CO ആണ് കൊടുത്തിരിക്കുന്നത്, കാർബണൈൽ. ഇതെന്താണ്? ഒരു സ്ട്രോങ് ഫീൽഡ് ആണോ വീക്ക് ഫീൽഡ് ആണോ? യെസ്, ഇറ്റ്സ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. നോക്കിക്കോളൂ, ആദ്യത്തത് CrCO6. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0 ആണ്. Cr എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 24. സോ 4s1 3d5 എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ കോൺഫിഗറേഷൻ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വരയ്ക്കാം. നോക്കൂ, 3d5 ആണല്ലേ. 3d5 ആണെന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 1 2 3 4 5 ആൻഡ് 4s1. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളത് CO ആണ്, കാർബണൈലാണ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 6 ഇലക്ട്രോണിനും എന്ത് സംഭവിക്കും? പെയറിംഗ് അപ്പ് നടക്കും. ദ വിൽ ബി പെയറിംഗ് അപ്പ്. ഓക്കെ, അങ്ങനെ പെയറിംഗ് അപ്പ് നടക്കുകയാണെങ്കിൽ ഈ 6 ഇലക്ട്രോണും എന്ത് ചെയ്യും? പെയറപ്പ് ചെയ്യും. ആൻഡ് ഐ ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? ഇവരെന്ത് ചെയ്യപ്പെടും? പെയർ ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? യെസ്, 6 ലിഗാൻഡ് ആണുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് ഐ വിൽ ഗെറ്റ് D2sp3 ഒക്ടാഹെഡ്രൽ അല്ലേ. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? sp3d2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഇനി FeCO5 ഇനി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം അല്ലേ. നോക്കിയേ, FeCO5. അപ്പോൾ Fe എന്താണ്? Fe ഈസ് ആക്ച്വലി 4s2 3d6 ആണ്, 26 ആണ് അല്ലേ. Fe എന്ന് പറയുന്നത് 26 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? പറയും. I will get something like this, right? 6 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 ആൻഡ് 4s2. CO ആണ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പെയറപ്പ് നടക്കും. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4ഉം 2ഉം 6 ഇലക്ട്രോൺ നമുക്ക് ഫില്ല് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? യെസ്, ഈ 2 ഇലക്ട്രോണ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ പെയറപ്പ് ചെയ്യുന്നു. ഇനി ഇതെന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് പെയറപ്പ് ചെയ്യുന്നു. യെസ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും? എൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? 5 ആണല്ലേ. 5 ഓർബിറ്റൽ വേണം. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി DsP3 ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? sp3d ആണ്. എഗെയിൻ ഇതെന്താണ്? റോങ് ആണ്. അപ്പോൾ ഇതുമല്ല. ഇനി NiCO4 ഒന്ന് നോക്കി നോക്കാം നമുക്ക്. NiCO4 നോക്കാം. NiCO4 നോക്കുമ്പോൾ NiCO4 28 ആണ്. അപ്പോൾ 4s2 3d8 എന്ന് വരും. 4s2 3d8. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? യെസ്, നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 ആൻഡ് 4s2 പെയറപ്പ് നടക്കുമല്ലോ. ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പെയറപ്പ് നടക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇലക്ട്രോണും എവിടെ പോവും? യെസ്, വിൽ ബി ഹിയർ. അങ്ങനെയാണെങ്കിൽ 4 വേക്കൻറ്റ് ഓർബിറ്റലുണ്ട്. സോ ദിസ് വിൽ ബി sp3 ഹൈബ്രിഡൈസേഷൻ ടെട്രാഹിഡ്രൽ അല്ലേ. ആൻഡ് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? സ്ക്വയർ പ്ലാനാർ ആണ്, DsP2 ആണ്. ഓക്കെ, അപ്പോൾ അതും തെറ്റാണ്. ഇനി നെക്സ്റ്റ് വൺ എന്തായാലും ശരിയായിരിക്കും, പക്ഷേ ഞാനൊന്ന് ചെയ്തു തരാം. COCO4 മൈനസ്. നോക്കൂ, COCO4 മൈനസ്. യെസ്, വി ഡോണ്ട് ഹാവ് എ പേജ്. ഓക്കെ ഫൈൻ. COCO4 മൈനസ്. ഓക്കെ, 27 ആണ്. അപ്പോൾ എന്തായിരിക്കും? 28 ആണ്. സെയിം ആണ് അല്ലേ. നിക്കലിനെ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ആയിരിക്കും, ടെട്രാഹിഡ്രൽ ആയിരിക്കും. നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, sp3 ടെട്രാഹിഡ്രൽ. നോക്കിയേ, ഇത് രണ്ടിനും ഇലക്ട്രോൺ എന്താണ്? സെയിം ആയിരിക്കും. സോറി, ഇതെന്താണ്? 28 ആണ്. കൊബാൾട്ട് 27 ആണ്, പക്ഷേ ഒരു ഇലക്ട്രോൺ കൂടെ എക്സ്ട്രാ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 28 സെയിം കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? sp3 ടെട്രാഹിഡ്രൽ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എന്ത് വരും? C എന്ന് വരും. ഓക്കെ, 23. ദി ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ഫോളോസ് 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഹാപ്റ്റിസിറ്റീസ് ഓഫ് സൈക്ലോപെൻറ്റാഡൈനൈൽ ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ C5H5 twice. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലോപെൻറ്റാഡൈനൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഹാപ്റ്റിസിറ്റി ജനറലി എത്രയാണ്? ജനറലി 5 ആണ്. ഓക്കെ, പക്ഷേ ഇവർക്ക് വേറെ രീതിയിലുള്ള ഹാപ്റ്റിസിറ്റിയും കാണിക്കാം. ആൻഡ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കോമ്പൗണ്ട് എന്താണ്?
WC2H5 ട്വൈസ് CO ട്വൈസ്. ഈ W എന്ന് പറഞ്ഞാൽ എന്താണ്? ടങ്സ്റ്റൺ ആണ് അല്ലേ? ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ക്രോമിയത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു? 4s1 3d5 ആണ് അല്ലേ? 4s1 3d5. അതായത് എത്ര വാലൻസ് ഇലക്ട്രോൺ? 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടങ്സ്റ്റണിലും എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും? 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ നോക്കൂ, 6 ഇതെത്രയാണ്? 6 ആണ്. ഇനി കാർബണയിൽ എത്ര ഡൊണേറ്റ് ചെയ്യും? 2 എണ്ണം ഡൊണേറ്റ് ചെയ്യും. ഓരോ ലിഗാൻഡും എത്ര ഡൊണേറ്റ് ചെയ്യും? CO ലിഗാൻഡ് ഡൊണേറ്റ് ചെയ്യുന്നത് 2 ഇലക്ട്രോൺ ആണ്. ഇൻറ്റു എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ എത്രയായി? 10 ആയി അല്ലേ? ഇനി C5H2 ദിസ് വിൽ ബി C5. ഓക്കെ, C5H5 ട്വൈസ് എന്നുള്ളത് ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 18 കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് അറിയത്തില്ല. 2 ഇൻറ്റു സംതിങ്, ഐ വിൽ നോട്ട് റൈറ്റ് എക്സ് ആൻഡ് സംതിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായി? 10 എണ്ണമായി അല്ലേ? ഫോർ ദ ടൈം ബീങ് ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര എണ്ണമായി? 10 എണ്ണം ആയി. ഇനി എത്രയായിരിക്കും ബാക്കി കിട്ടേണ്ടത്? ഇവർ 2 പേരും കൂടെ, അതായത് ഈ 2 C5H5ഉം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എത്രയാണ്? 8 ഇലക്ട്രോണിനെയാണ്. അപ്പോൾ ഹാപ്റ്റിസിറ്റി എന്തായിരിക്കും? 3 and 5 ആയിരിക്കും അല്ലേ? 3 and 5. ഓക്കെ, 3 and 3 വരുമോ? 6 വരത്തില്ല. 5 and 5ഉം വരത്തില്ല. അപ്പോൾ എന്തായിരിക്കും? പറഞ്ഞത് മനസ്സിലായോ? ഇവരുടെ വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. ഈ CO കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയാണ്? 4 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായി? 10 ആയി. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് എത്ര ഉണ്ടാവും? 8 ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? 5 and 3. യെസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 24, ദ ഓർഡർ ഓഫ് CO ബോണ്ട് സ്ട്രെങ്ത്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്നും അതേപോലെ ഓർഗാനോ മെറ്റാലിക്സിൽ നിന്നും രണ്ടിൽ നിന്നും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളൂ, ഇവരുടെ CO ബോണ്ട് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ CO ബോണ്ട് സ്ട്രെങ്ത്, ഇതിൻ്റെ തിയറി പാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇവിടെയൊക്കെ നോക്കിക്കോളൂ, മെറ്റൽ കാർബണൈൽ ബോണ്ട് ഉണ്ടാവും അല്ലേ? ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ മെറ്റൽ കാർബണൈൽ ബോണ്ട്. ഓക്കെ, ഇവരെന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്യും. അതായത് നമ്മുടെ കോർഡിനേറ്റ് ബോണ്ട് ഇവിടെ ഉണ്ടാവും, കോർഡിനേറ്റ് ബോണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഇലക്ട്രോൺ എത്രയായിരിക്കും? CO എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? CO എന്ന് പറഞ്ഞാൽ 14 ആയിരിക്കും, വിച്ച് ഇസ്, അതായത് 6 ഇലക്ട്രോൺ കാർബണിൽ നിന്നും 8 ഇലക്ട്രോൺ ഓക്സിജനിൽ നിന്നും, അതായത് ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 14 ഇലക്ട്രോൺ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? പറഞ്ഞേ. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഓക്കെ, പൈ 2px ഇസ് ഈക്വൽ ടു പൈ 2py 2 പിന്നെന്ത് വരും? സിഗ്മ 2pz വരും അല്ലേ? ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ആയി? 2, 4, 6, 8, 10, 12, 14. പിന്നെ ഇനി എന്ത് വരും? പൈ സ്റ്റാർ 2px ഇസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py. അതായത് ഇനി ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഇലക്ട്രോൺസ് എവിടെ ആക്സെപ്റ്റ് ചെയ്യും? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലായിരിക്കും ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇൻ കേസ് മെറ്റൽ ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്യും. ഓക്കെ, ഈ ബോണ്ടിനെയാണ് നമ്മൾ ബാക്ക് ബോണ്ടിങ് അല്ലെങ്കിൽ സിനർജിക് ബോണ്ടിങ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. സിനർജിക് ബോണ്ടിങ്. അങ്ങനെയാണെങ്കിൽ ഇവരിങ്ങനെ മെറ്റൽ ബാക്ക് ബോണ്ട് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് എവിടെയാണ് വരുന്നത്? COയുടെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഇഫ് മെറ്റൽ ബാക്ക് ബോണ്ട്സ് ഇലക്ട്രോൺസ് accepted in anti-bonding molecular orbital of carbonyl group. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കറിയാം ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇവരുടെ ബോണ്ട് സ്ട്രെങ്ത് എന്താവും? ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം കൂടെ നമുക്ക് അറിയാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് അല്ലേ? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് എന്താവും? ഇൻക്രീസ് ചെയ്യും. ആൻറ്റി ബോണ്ടിങ്ങിലേക്കാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് എന്താവും? ഡിക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പീഷീസ്, ഇതാണ് നമ്മുടെ ബേസിക് തിയറി. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പീഷീസ് വനേഡിയം, ക്രോമിയം, മാംഗനീസ്, ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവരെന്താണ് ആക്ച്വലി? നോക്കി, ഇവരൊരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇവരുടെ ഇലക്ട്രോൺസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഓക്കെ, അതായത് നോക്കൂ, VCO6 മൈനസ് പിന്നെന്താണ്? CrCO6 MnCO6 പ്ലസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരെന്താണ്?
ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നിങ്ങൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, എല്ലാവരുടെയും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ബാക്ക് ബോണ്ട് ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ ബാക്ക് ബോണ്ടിങ് ടെൻഡൻസി ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ബാക്ക് ബോണ്ടിങ് ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ മെറ്റലിന് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടോ, മെറ്റലിന് ലെസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സിഒയുടെ ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് നല്ല രീതിയിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ല കാര്യമാണ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഈ വനേഡിയം CO6- ഇവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യും. കാരണം എന്താ, മെറ്റലിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ ഇത് എവിടത്തേക്കാണ് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നത്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഓഫ് സിഒയിലേക്കാണ് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ബോണ്ട് സ്ട്രെങ്ത് എന്താവും, സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും നോക്കി, ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ കൂടുതലാണ് അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ ബോണ്ട് സ്ട്രെങ്ത് എന്താവും, നല്ല രീതിയിൽ കുറയും. ഇവിടെ മാംഗനീസിൻ്റെ കേസ് പറയുമ്പോൾ എന്തായിരിക്കും, ഇവരുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്, പ്ലസ് ചാർജ് ആണുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ബാക്ക് ബോണ്ടിങ് നടത്താൻ പറ്റത്തില്ല എന്നല്ല, കുറവായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇവരുടെ ബോണ്ട് സ്ട്രെങ്ത് കൂടും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, യെസ്, ഓപ്ഷൻ എ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാമിനൊക്കെ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 25, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. കഴിഞ്ഞ സെഷനിലും ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടുമായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കാർബൺ മെറ്റൽ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എന്ന് വിളിക്കും. എന്താണ് ഈ ഫെറോസീൻ? നോക്കൂ, ഫെറോസീൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ്, നമ്മുടെ 2 സൈക്ലോപെൻറ്റാഡൈൻ ഉണ്ടാവും, സെൻട്രൽ എന്തുണ്ടാവും, ഒരു സാൻഡ്വിച്ച് ടൈപ്പ് കോമ്പൗണ്ട് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നിന്ന് മിക്കവാറും ചോദിക്കുന്നത് പോയിന്റ് ഗ്രൂപ്പിൻ്റെ വേറൊരു ചോദ്യം കൂടെ ഇവിടെ ചോദിക്കാം. പോയിന്റ് ഗ്രൂപ്പ് ഓഫ് എക്ലിപ്സ്ഡ് ഫെറോസീൻ ആണെങ്കിൽ ദാറ്റ് വിൽ ബി D5H. ഇനി സ്റ്റാഗേർഡ് ഫെറോസീൻ ആണെങ്കിലോ ദാറ്റ് വിൽ ബി D5D. പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയണം. ഇനി അറിയത്തില്ലെങ്കിൽ മിക്കവാറും ചോദിക്കുന്നതാണ് ഈ ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെക്കുക, ഫെറോസീൻ. ഇനി ഇവിടെ കൊബാൾട്ട് ആണെങ്കിൽ ഇതിനെ കൊബാൾട്ടോസീൻ എന്നൊക്കെ വിളിക്കും. ഇനി ഇതിനെയാണ് സാൻഡ്വിച്ച് കോമ്പൗണ്ട് എന്നൊക്കെ നമ്മൾ വിളിച്ചു പോരുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? RMgX ആണ്. ഫേമസ്ലി എന്താണ്, ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഇനി സീസസ് സോൾട്ട് ആണ്. സീസസ് സോൾട്ട് എന്ന് പറയുന്നത് PT ഇങ്ങനെ വരും കേട്ടോ, PtCl3 എന്ത് വരും, C2H4, അതായത് CH2 ഡബിൾ ബോണ്ട് CH2 എന്നുള്ള രീതിയിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, യെസ്, ഇതും എന്താണ്, കാർബൺ മെറ്റൽ ബോണ്ടാണ്, ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ വാസ് സിസ്പ്ലാറ്റിൻ. എന്താണ് സിസ്പ്ലാറ്റിൻ? ഇതൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ല. സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബേസിക്കലി ഇങ്ങനെയാണ്, സിസ്പ്ലാറ്റിൻ PtCl2 NH3 ട്വൈസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ആൻഡ് ഇതെന്താണ്, ഇവിടെ ഒരു കാർബൺ മെറ്റൽ ബോണ്ട് ഉണ്ടോ? ഇല്ല, ഇവിടെ കാർബണേ ഇല്ല, റൈറ്റ്, പ്ലാറ്റിനം ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ല, പക്ഷേ ഇതെന്താണ്, ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഓക്കെ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണെന്ത്, സിസ്പ്ലാറ്റിൻ. Now question number 26, a key feature of Fischer-Tropsch process എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് എന്താണ്, ലിക്വിഡ് ഹൈഡ്രോ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ FT റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ കൂടെയാണ് കോളിൻ്റെ ലിക്വിഫാക്ഷൻ. ഇതും ചോദിക്കാം. കോൾ ലിക്വിഫാക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കൂടെയാണ്. അപ്പോൾ എന്തായിരിക്കും, ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ആണ്, ഹൈഡ്രോ കാർബണിൻ്റെ ഫോർമേഷന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, Fischer-Tropsch പ്രോസസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 27, അക്യുറസി എക്സ്പ്രസസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, നമുക്ക് അക്യുറസി, പ്രിസിഷൻ ഈ രണ്ട് കാര്യങ്ങളും അറിയണം. അടുത്ത ചോദ്യവും ആക്ച്വലി എന്താണ്, അക്യുറസിയും പ്രിസിഷനെയും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്താണ് അക്യുറസി, എന്താണ് പ്രിസിഷൻ എന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. നോക്കൂ, അക്യുറസി എന്ന് പറഞ്ഞാൽ ഹൗ ക്ലോസ് എ മെഷർമെൻറ്റ് ഓർ അറ്റംപ്റ്റ് ഈസ് ടു ദി ആക്ച്വൽ ഓർ ടാർഗറ്റ് വാല്യൂ. പറഞ്ഞുതരാം.
നോക്കൂ, അതായത് ഞാനൊരു ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാനിതാ ഇവിടെ ഷൂട്ട് ചെയ്തു, ഇവിടെ ഷൂട്ട് ചെയ്തു, ഇവിടെ ഷൂട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ എൻ്റെ ഷൂട്ടിംഗ് വാല്യൂ എത്രയാണ് വരേണ്ടത്? 10 ആണ് വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഹൗ ക്ലോസ് എ മെഷർമെൻറ്റ് ഓർ അറ്റംപ്റ്റ് ടു ദി ആക്ച്വൽ ഓർ ടാർഗറ്റ് വാല്യൂ. നോക്കൂ, ഇതാണ് എൻ്റെ ടാർഗറ്റ് 10. ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ദിസ് ഇസ് ആക്ച്വലി അക്യുറേറ്റ് ആണെന്ന് എനിക്ക് പറയാം. ഇനി 10 കിലോഗ്രാമിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ മെഷർ ചെയ്തു. ഐ എം ഗെറ്റിംഗ് 9.9, 10.1, 10.2 എന്നൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് ആക്ച്വൽ വാല്യൂ എന്താണ്? 10 ആണ്. ഇതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് 9.9, 10.1, 10.2. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ദിസ് ഇസ് ആക്ച്വലി അക്യുറേറ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി വാട്ട് ഈസ് ആക്ച്വലി പ്രിസിഷൻ? പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഹൗ കൺസിസ്റ്റൻറ്റ് ആർ അവർ റിസൾട്ട് ആർ റിഗാർഡ്ലെസ് ഓഫ് ദി പ്രോക്സിമിറ്റി ഓർ ആക്ച്വൽ ടാർഗറ്റ്. എന്താ പറയുന്നത്? എനിക്ക് 10ലാണ് ഷൂട്ട് ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യുകയാണ് 4ൽ ഞാൻ ഷൂട്ട് ചെയ്തു. 4 തന്നെ ഞാൻ ഷൂട്ട് ചെയ്തു. ഇവിടെയൊക്കെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തു. ആക്ച്വലി എൻ്റെ ടാർഗറ്റ് വാല്യൂ അല്ല ഞാൻ ഇവിടെ നോക്കുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിസൈസ് ആയിട്ട് 4ലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ വാല്യൂസ് വരുന്നത് എവിടെയാണ്? 4ലാണ് വരുന്നത്. അപ്പം ഞാനിത് പറയും എന്താണ്? പ്രിസൈസ് ആണ്. എൻ്റെ ഷൂട്ടിംഗ് എന്താണ്? പ്രിസൈസ് ആണെന്ന് ഞാൻ പറയും. അതായത് ലെറ്റ്സ് സേ ഞാൻ 10 കിലോഗ്രാം ആണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മെഷർ ചെയ്തിട്ട് കിട്ടിയത് 5.1 ആണ്, 5.2, 5.1 എന്നൊക്കെ പറയുകയാണ് എന്നുള്ള വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ പറയും എൻ്റെ എന്താണ്? പ്രിസൈസ് ആണ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ രണ്ട് കാര്യത്തെയും ഞാൻ എന്ത് ചെയ്യാണ്? ഒരൊറ്റ സ്ലൈഡിലേക്ക് കൊണ്ടുവരികയാണ്, അക്യുറസിയും പ്രിസിഷനും. നോക്കിക്കോളെ, ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നു. അതായത് ഈ സെൻറ്ററിൽ ഞാൻ ഷൂട്ട് ചെയ്യാണ്. ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ വാല്യൂസ് എന്താണ്? ആക്ച്വലി ക്ലോസ് ആണല്ലേ? എൻ്റെ ടാർഗറ്റ് വാല്യൂമായിട്ട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് പറയും? അക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയും. ദിസ് വാല്യൂസ് ആക്ച്വലി അക്യുറേറ്റ് ആണ്. ദിസ് ഇസ് അക്യുറേറ്റ് അല്ലേ? പ്രിസൈസ് ആണോ? യെസ്, 10ൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ആക്ച്വലി എന്താണ്? പ്രിസൈസ് ആണ് അല്ലേ? ഇനി ഞാൻ പറയുകയാണ്, നോക്കിയേ, ഇവിടെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തു. 10ൽ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഒന്ന് ഞാൻ ഇവിടെയാണ്, ഒന്ന് ഞാൻ ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ദിസ് ഇസ് ആക്ച്വലി 10ൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? അക്യുറേറ്റ് ആണ്. പക്ഷേ പ്രിസൈസ് ആണോ? അല്ല, ദിസ് ഇസ് നോട്ട് പ്രിസൈസ്. അക്യുറേറ്റ് ആണ്, പക്ഷേ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഞാനിവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്? അല്ല, ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഷൂട്ട് ചെയ്തു, ഒരു പ്രാവശ്യം ഇവിടെ ഷൂട്ട് ചെയ്തു, ഒരു പ്രാവശ്യം ഇവിടെ ഷൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് പ്രിസൈസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് അക്യുറേറ്റ്. ഇനി നോക്കൂ, ഇനി അടുത്തത് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ ഷൂട്ട് ചെയ്യുന്നു, ഇവിടെ ഷൂട്ട് ചെയ്യുന്നു. മൂന്നാമത്തതും ഞാൻ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ്? ഇത് ആക്ച്വലി പ്രിസൈസ് ആണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എന്താണ്? കറക്റ്റ് ആണ്. ഒരു പോയിന്റിലേക്കാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അക്യുറേറ്റ് ആണോ? അല്ല, ദിസ് ഇസ് നോട്ട് അക്യുറേറ്റ്. ഓക്കെ. ഇനി ഞാൻ ഷൂട്ട് ചെയ്യുന്നു, ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നു, ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നു, ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് അക്യുറേറ്റ് ആണോ? അല്ല. എനിക്ക് 10ലാണ് ഷൂട്ട് ചെയ്യേണ്ടത്, പക്ഷേ ഞാൻ എവിടെയും ഷൂട്ട് ചെയ്തിട്ടില്ല. യെസ്. ഇനി പ്രിസൈസ് ആണോ? കൺസിസ്റ്റൻ്റ് വാല്യൂ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരാം. അക്യുറസി എക്സ്പ്രസസ് എന്താണ്? യെസ്. ഡീവിയേഷൻ ഫ്രം എക്സ്പെരിമെൻ്റ് ആണോ? അല്ല. യെസ്. ഇനി എന്താണ് അടുത്തത്? റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ആൻ എക്സ്പെരിമെൻ്റ് ആണോ? അല്ല. ഇതെന്താണ്? ദിസ് ഇസ് ആക്ച്വലി പ്രിസിഷൻ. ഓക്കെ. ഫീസിബിലിറ്റി ഓഫ് ആൻ എക്സ്പെരിമെൻ്റ് ആണോ? അല്ല. എന്താണ്? കറക്റ്റ്നെസ് ഓഫ് ആൻ എക്സ്പെരിമെൻ്റ് ആണ്. ട്രൂ വാല്യൂമായിട്ട് എത്ര കറക്റ്റാണ് എന്നുള്ളത് കാണിക്കാനാണ് അക്യുറസി യൂസ് ചെയ്യുന്നത്. നൗ 28. ഈ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് വാല്യൂസ് 2.2, 2.3, 2.4 ആർ ഒബ്റ്റൈൻഡ് ഫോർ ദ ട്രൂ വാല്യൂ എത്രയാണ്? 4.6. നൗ ഇഫ് വി ഡബിൾ ഈച്ച് വാല്യൂ, ഇവരൊക്കെ ഡബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4.4, 4.6, 4.8 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയേ, ഈ ട്രൂ വാല്യൂവിൻ്റെ അടുത്ത് നിൽക്കുന്ന വാല്യൂസ് അല്ലേ ഇതൊക്കെ? ട്രൂ വാല്യൂവിൻ്റെ അടുത്ത് നിൽക്കുന്ന വാല്യൂസ് ആണ് ഇവർ. കമ്പയർഡ് ടു 2.2, 2.3, 2.4 എന്ന് പറയുന്നത് ട്രൂ വാല്യൂമായിട്ട് കുറച്ചുകൂടെ ദൂരത്താണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? പ്രിസിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രിസിഷൻ ഈസ് ആക്ച്വലി ഇൻക്രീസ്ഡ്. ഓക്കെ, സോറി, പ്രിസിഷൻ അല്ല, അക്യുറസി. സോറി, അക്യുറസി ആണല്ലേ? അക്യുറസി എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ട്രൂ വാല്യൂവിൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അക്യുറസി എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രിസിഷൻ 4.6 വരുമ്പോൾ 4.8 ആണ്, 4.4 ആണ്, 4.6 ആണ്. അപ്പോൾ പ്രിസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും ഇതെന്തല്ല? ഒരു പ്രിസൈസ് അല്ല.
അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും. അക്യുറസി ഈസ് ഇൻക്രീസ്ഡ് ബട്ട് പ്രിസിഷൻ റിമെയിൻ എന്താണ് അൺചേഞ്ച്ഡ്. അപ്പോൾ 28 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. യെസ്, ഇക്കാര്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കണ്ടു നോക്കുക. കാരണം എപ്പോഴും ഫ്രീക്വൻ്റ്ലി ചോദിച്ചു വരുന്നതാണ് പ്രിസിഷനും അക്യുറസിയും. കുട്ടിക്ക് കൺഫ്യൂഷൻ ഉള്ള. ക്വസ്റ്റ്യൻ നമ്പർ 30. ദ ഡോണർ ആറ്റം ഇൻ EDTA. എന്താണ് EDTA? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എത്തിലീൻ ഡൈഅമൈൻ ടെട്രാ അസറ്റേറ്റ്. എത്ര ഡോണർ ആറ്റം ഉണ്ട്? യെസ്, ഇറ്റ്സ് എ ഹെക്സാഡെൻറ്റേറ്റ്. ഇനി നോക്കൂ, ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ് അല്ലേ? എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുക? യെസ്, ആദ്യം നമ്മൾ എത്തിലീൻ്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കുക. CH2 and you have what? N. Now we will have COO minus and COO minus, and similarly we will have here as well COO minus and COO minus. Okay, അപ്പോൾ എത്ര ഡോണർ ആറ്റംസ് ഉണ്ട്? ഇതാ, ഒരു ഡോണർ ആറ്റം, രണ്ടാമത്തെ ഡോണർ ആറ്റം, മൂന്നാമത്തെ ഡോണർ ആറ്റം, നാലാമത്തെ ഡോണർ ആറ്റം. അതായത് 4 ഓക്സിജൻ ആറ്റം ഉണ്ടാവും, അതേപോലെ നൈട്രജൻ്റെ ലോൺ പെയറും. ഓക്കെ, നൗ ദിസ് വിൽ ബി 5 ആൻഡ് ദിസ് വിൽ ബി 6. 2 നൈട്രജനും അതേപോലെ 4 ഓക്സിജനും. ഓക്കെ, EDTA. നൗ 31. ലിമിറ്റിംഗ് കറണ്ട് ഇൻ പൊളറോഗ്രഫി ഡിപ്പെൻസ് ഓൺ. എല്ലാ കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? റെസിഡ്യൂവൽ കറണ്ടും കൈനറ്റിക് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടിനും എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓൾ ഓഫ് ദി എബവ്. യെസ്. 32. The material of cathode in hollow cathode lamp constructed in atomic absorption spectroscopy. What is AAS? Atomic അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ടങ്സ്റ്റൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടങ്സ്റ്റൺ എന്താണ്? ആക്ച്വലി ആനോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ടങ്സ്റ്റൺ എന്താണ്? ആനോഡ്. ഇതാ ഇവിടെ ഞാൻ കാണിച്ചു തരാം. മേ ബി ഇതാ നിങ്ങൾ കണ്ടോളൂ, ഇവിടെയാണ് ആനോഡ്. ഈ ആനോഡ് എന്താണ്? ആക്ച്വലി എന്താണ്? ടങ്സ്റ്റൺ ആണ്. ഇവിടെ എന്തുണ്ട്? ക്വാഡ്സിൻ്റെ ഒരു വിൻഡോ ഉണ്ട്. പക്ഷെ അതല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ് കാത്തോഡിൻ്റെ മെറ്റീരിയൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഈ ഹോളോ കാത്തോഡ് എന്ത് എലമെൻ്റ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ എലമെൻ്റ് തന്നെ ആയിരിക്കണം എന്ത്? കാത്തോഡ്. ദിസ് ഈസ് ദി കാത്തോഡ്. ഓക്കെ, എന്ത് എലമെൻ്റ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ എലമെൻ്റ് തന്നെ ആയിരിക്കണം എന്ത്? നമ്മുടെ കാത്തോഡ്. ഓക്കെ, എലമെൻറ്റ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. നൗ 33. സെൽ കോൺസ്റ്റൻറ്റ്. സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, നമ്മൾ ഇങ്ങനെ ഒരു കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു G ഇൻറ്റു G സ്റ്റാർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് G സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ കോൺസ്റ്റൻ്റ് ആണ്. വിച്ച് ഇസ് L/A എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ? G എന്ന് പറയുന്നത് എന്താണ്? 1/R G സ്റ്റാർ ആണ് അല്ലേ? G എന്ന് പറയുന്നത് കണ്ടക്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദിസ് റെപ്രസെൻറ്റ്സ് വാട്ട്? കണ്ടക്റ്റൻസ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ലെങ്ത് ബൈ ഏരിയ. Okay, L/A. Now question number 34. Olefin hydrogenation using Wilkinson catalyst initiate with a phosphine dissociation from RH. ഇതും ചോദിക്കാം കേട്ടോ. അതായത് വിൽക്കിൻസൺ കാറ്റലിസ്റ്റിൻ്റെ മെറ്റൽ ആരാണ്? റോഡിയമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇവിടെ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോസ്ഫീൻ ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്താണ്? ഫോസ്ഫീൻ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന കാര്യമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൻ്റെ ആക്ച്വൽ മെക്കാനിസവും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഓർഗാനോമെറ്റാലിക്സിൽ. ഒന്ന് കണ്ടു നോക്കൂ, ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നൗ ഫ്രീ റാഡിക്കൽസ് ആർ ഡിറ്റക്റ്റഡ് ബൈ മാസ് സ്പെക്ട്രയിൽ എന്താണ്? മാസ് ബൈ ചാർജ് റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി UV സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ എന്തായിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്, പക്ഷേ ഫ്രീ റാഡിക്കലിനല്ല. ഓഫ് കോഴ്സ് മോസബെയർ സ്പെക്ട്രോസ്കോപ്പി അല്ല. എന്തായിരിക്കും? യെസ്, CIDNP ആയിരിക്കും അല്ലേ? വാട്ട് ഈസ് ഇറ്റ്? കെമിക്കലി ഇൻഡ്യൂസ്ഡ് ഡയനാമിക് ന്യൂക്ലിയർ പോളറൈസേഷൻ ആണ് ഇതിൻ്റെ ഫുൾ ഫോം. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഫ്രീ റാഡിക്കൽസിനെ ഡിറ്റക്ട് ചെയ്യും, വിച്ച് ഇസ് അവർ ഓപ്ഷൻ ബി. Now question number 36. Which of the following reaction undergo without the formation of any intermediate? അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ദാറ്റ് ഈസ് വോട്ട്? SN2 റിയാക്ഷൻ ആണ്. SN2 റിയാക്ഷനിൽ ഇൻ്റർമീഡിയറ്റ് ഒന്നും തന്നെ ഇല്ല. ദാറ്റ് ഈസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ? ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, എന്തായിരിക്കും? ഇതാ നമ്മുടെ ന്യൂക്ലിയോഫൈൽ ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യും? RX നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ വരും. ദിസ് ഇസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഇൻവേർഷൻ പ്രൊഡക്റ്റ് മാത്രം കിട്ടും. ഓക്കെ, ഇൻവേർഷൻ പ്രൊഡക്റ്റ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഇവിടെ SN1 റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. SN1 റിയാക്ഷൻ ഇവിടെ എന്തായിരിക്കും, റിട്ടൻഷനും കൈറാലാണെങ്കിൽ റിട്ടൻഷനും ഉണ്ടാവും, അതേപോലെ ഇൻവേർഷനും ഉണ്ടാവും. ഓക്കെ, കൈറാലാണെങ്കിൽ. SN2 റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇൻവേർഷൻ മാത്രമായിരിക്കും ഉണ്ടാകുക. ഇനി ഇവിടെ വേറൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, SNI റിയാക്ഷൻ. എന്താണ് ഈ SNI റിയാക്ഷൻ? SNI റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, റിട്ടൻഷൻ പ്രൊഡക്റ്റ് മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ SNI? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻറ്റേർണൽ. ഓക്കെ, അതായത് ഡാർസൻസ് റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഡാർസൻസ് റിയാക്ഷൻ. ഓക്കെ, എന്താണ് ഈ ഡാർസൻസ് റിയാക്ഷൻ? ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ആൽക്കഹോളിൽ പഠിച്ചായിരുന്നു, ROH + SOCl2, തയോണൈൽ ക്ലോറൈഡ്. എന്ത് ചെയ്യും, ഈ സൾഫർ എന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇങ്ങനെ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വിൽ ഗെറ്റ് വാട്ട്, ROH+, ഇവിടെ എന്ത് കിട്ടും, ആൻഡ് വി വിൽ ഹാവ് SO- Cl ആൻഡ് Cl. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഈ H+ അങ്ങ് എലിമിനേറ്റ് ആയി പൊക്കോളും, കാരണം ഓക്സിജൻ എന്തല്ല, പ്ലസ് ചാർജ് ഇഷ്ടമല്ല. ഇനി എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും ആൻഡ് ഒരു Cl- എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ HCl എന്തായിക്കോളും, HCl ആയിട്ട് പൊക്കോളും, അത് കുഴപ്പമില്ല. ഇനി ബാക്കി എന്തായിരിക്കും, ROS ഡബിൾ ബോണ്ട് O ആൻഡ് വിൽ ഹാവ് വാട്ട്, Cl എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ആൻഡ് ഈ ആറിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ലെറ്റ്സ് സേ ഞാൻ എന്തെടുക്കുന്നു, ഒരു R1 R2 R3 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഇനി എന്ത് സംഭവിക്കും, അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ നടക്കും. ഓക്കെ, ഈ ഫ്രാഗ്മെൻറ്റേഷൻ നടത്തിയിട്ട് ഇതെന്ത് ചെയ്യും, ഇതിങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് എ കാർബോ കാറ്റയോൺ ഹിയർ. R1 നോക്കുള്ളൂ, എന്തായിരിക്കും, CR1 R2 R3 വിത്ത് എ കാർബോ കാറ്റയോൺ. ഇൻ്റർമീഡിയറ്റ് എന്താണ്, ഒരു കാർബോ കാറ്റയോൺ ആണ്. പിന്നീട് എന്തായിരിക്കും, ഇവിടെ SO- ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ O-, പിന്നെന്തായിരിക്കും, Cl. ഇനി എന്ത് ചെയ്യും, ഈ O- ഇങ്ങോട്ട് വരും, ഈ Cl എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് പൊക്കോളും. അപ്പോൾ എന്തായിരിക്കും, ഈ Cl വന്നിട്ട് എന്ത് ചെയ്യും, ഇൻറ്റേർണൽ ആയിട്ട് ഇവിടെ റിയാക്ട് ചെയ്യും ആൻഡ് വി വിൽ ഗെറ്റ് വാട്ട്, വിൽ ഗെറ്റ് R1 R2 R3 and Cl. Okay, this is actually the mechanism of Darson's reaction. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് സിംപ്ലി ബേസിക്കലി ഞാൻ എന്താണ് പറയുന്നത്, ROH + SOCl2 എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് RCl കിട്ടും, SO2 കിട്ടും, HCl. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും മേ ബി. ഈ HCl ഈ SO2 എന്താണ്, ഗ്യാസ് ആണ്. അതുകൊണ്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈനിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഇത്. ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. കാരണം SO2 HCl എന്താണ്, ഗ്യാസ് ആണ്. ഇവർ എലിമിനേറ്റ് ആയി പൊക്കോളും. അപ്പോൾ നമുക്ക് പ്യുവർ RCl നമുക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ മെക്കാനിസമാണ് SNI മെക്കാനിസം ആയിരിക്കും. നിങ്ങൾ മേ ബി ഈ ഒരു റിയാക്ഷൻ മാത്രമായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക, പക്ഷേ ഇവരുടെ മെക്കാനിസം SNI മെക്കാനിസമാണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് വെക്കുക. ആൻഡ് ഓഫ് കോഴ്സ് SN1 നമുക്കറിയാം കാർബോ കാറ്റയോൺ ആണ്, SNIയിലും നമ്മൾ കണ്ടു കാർബോ കാറ്റയോൺ ആണ്. ആൻഡ് അരോമാറ്റിക് ആണെങ്കിലും നമുക്ക് ബെൻസൈൽ കാർബോ കാറ്റയോൺ ഒക്കെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടും. സോ 36 എന്തായിരിക്കും, ഇവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമാണ്, ഒരു ഇൻ്റർമീഡിയറ്റും SN2 ഫോം ചെയ്യുന്നില്ല. സോ ആൻസർ T. നൗ 37 ഇൻ E2 റിയാക്ഷൻ, എലിമിനേഷൻ റിയാക്ഷൻ 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ഡൈഹെഡ്രൽ ആംഗിൾ ഓഫ് സിൻ പെരിപ്ലാനാർ കൺഫോർമേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇങ്ങനെയാണ് നമ്മുടെ BR, ലെറ്റ്സ് സേ ഇങ്ങനെ പറയാം. ഓക്കെ, R' മേ ബി എന്താണ്, ഇവിടെയും R' എന്നിട്ട് ഇവിടെ H ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്താണ്, ഇതൊരു സിഗ്മ ബോണ്ടാണ്. ഇതിൻ്റെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റിൽ ഇവിടെ ഉണ്ടാകും, സിഗ്മ സ്റ്റാർ ബോണ്ട് ഇവിടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി E2 എലിമിനേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഈ കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഞാൻ എന്താ പറയുന്നത്, ഇവിടെയുള്ള ഡൈഹെഡ്രൽ ആംഗിൾ ആണ്. ഇവിടെ നോക്കിയേ, BR ഇത് ആൽഫയാണ്, ഇത് ബീറ്റയാണ്. സോ ദിസ് ഇസ് ബീറ്റ ഹൈഡ്രജനും BR. ഇവരുടെ ഡൈഹെഡ്രൽ ആംഗിൾ എത്രയായിരിക്കും,
180 ഡിഗ്രി ആയിരിക്കും. അതായത് ആൻറ്റി പെരിപ്ലാനാർ ആണെങ്കിൽ എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും ഡൈഹെഡ്രൽ ആംഗിൾ. ഇനി നോക്കൂ, സിൻ പെരിപ്ലാനാർ ആണെങ്കിൽ നോക്കിയേ, സി ആർ ആർ ഡാഷ് ഇവിടെ എന്തായിരിക്കും ബി ആർ ഇവിടെ വരും. അതേപോലെ സി ആർ ആർ ഡാഷ് ഇവിടെ എന്ത് വരും, എച്ച് വരും. സി ദിസ് ഇസ് ബി ആർ ആൻഡ് ദിസ് ഇസ് വോട്ട് എച്ച്. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സിൻ പെരിപ്ലാനാർ, സെയിം സൈഡിലായിരിക്കും അല്ലേ എച്ചും ബി ആറും, അതായത് നമ്മുടെ ബീറ്റ ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡൈഹെഡ്രൽ ആംഗിൾ എത്രയായിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. സോ ദിസ് ഇസ് 0 ഡിഗ്രി. ഇവിടെ എന്തായിരിക്കും ആൻറ്റി പെരിപ്ലാനാർ ആണെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. 38. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇലക്ട്രോഫൈൽ. എന്താണ് ഇലക്ട്രോഫൈൽ? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബി ആർ പ്ലസ് ഓൾറെഡി എന്തുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇവരെന്തായിരിക്കും, ഇലക്ട്രോഫൈൽ ആയിരിക്കും. ഇനി ബി എഫ് ത്രീയുടെ കേസ് നോക്കിയേ. യെസ്, ബി എഫ് ത്രീ ഇങ്ങനെയാണ്. എത്ര ഇലക്ട്രോൺ ഉണ്ട് ബോറോണിന്, സെൻട്രൽ ആറ്റത്തിന്? 6 ഇലക്ട്രോൺ ആണ് അല്ലേ, 3 ബോണ്ടാണ്, 6 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒക്ടക്റ്റ് കംപ്ലീറ്റ് അല്ല. ഒക്ടക്റ്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് പറയും, ഒക്ടക്റ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്. അപ്പോൾ എന്തായിരിക്കും, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവരെന്തായിരിക്കും, ഇലക്ട്രോഫൈൽ. ഇനി SO3യുടെ കേസ് എടുക്കുകയാണെങ്കിലോ, ഇതാ ഓക്സിജൻ എന്താണ്, സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ് അല്ലേ, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ് ഓക്സിജൻ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ പുള്ളിയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും, എഗെയിൻ ഇലക്ട്രോഫൈൽ. പക്ഷേ CH4ന് അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല, ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്. നോക്കി, ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇവരെന്തായിരിക്കും, ഇലക്ട്രോഫൈൽ അല്ല. നൗ 39. ഹോമോലിറ്റിക് ഫിഷൻ ഫോർ ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ ഈസ് ഫേവേർഡ് ഇൻ. നോക്കൂ, CC ആണോ OO ആണോ? ഹോമോലിറ്റിക് ഫിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, സെയിം ആറ്റംസ് വേണം. ഹോമോലിറ്റിക് ആണ്, സെയിം ആറ്റംസ് ആയിരിക്കണം. അപ്പോൾ എന്തായിരിക്കും, ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കും, ഇതും വരത്തില്ല, ഇതും വരത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ CC ആയിരിക്കുമോ അല്ലെങ്കിൽ OO ആയിരിക്കുമോ എന്നാണ് നോക്കേണ്ടത്. ഇതെന്താണ്, OO എന്ന് പറഞ്ഞാൽ എന്താണ്, പെറോക്സൈഡ് ലിങ്കേജ് ആണല്ലേ. നമ്മൾ ആൻറ്റി മാർക്കോനിക്കോഫ് റൂളിലൊക്കെ എന്താണ്, ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ്. കാരണം എന്താണ്, ഇവരെ ഈസി ആയിട്ട് ക്ലീവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, ഈ ഓക്സിജൻ ബോണ്ട് ലെങ്ത് എന്താണ്, ബോണ്ട് ലെങ്ത് ലെസ് ആണ്. ഓക്കെ, കമ്പയർഡ് ടു ദിസ് ഈ CC ബോണ്ട് സ്ട്രെങ്ത് എന്താണ്, വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ഓക്സിജൻ ബോണ്ട് ലെങ്ത്. അപ്പോൾ എന്തായിരിക്കും, ഈസിലി ക്ലീവ് ചെയ്യാൻ പറ്റുന്നത് ആരെയായിരിക്കും, യെസ്, ഓക്സിജൻ ആയിരിക്കും, ഫ്രീ റാഡിക്കൽ ജനറേഷൻ. Now question number 40. Which type of electronic transition can be seen in saturated aldehyde and ketone? Basically ഇവർ പറയുന്നത് കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ്. കാർബണൈൽ കോമ്പൗണ്ട്സിൽ എവിടെ കാണാമെന്നാണ്, സാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇതാണ് നമ്മുടെ സിഗ്മ, ഇതെന്താണ് പൈ, ഇതാണ് നമ്മുടെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇവിടെ എന്തായിരിക്കും, പൈ സ്റ്റാർ ഉണ്ടാവും. ഇനി ഇവിടെ എന്തായിരിക്കും, സിഗ്മ സ്റ്റാർ ഉണ്ടാകും. ബേസിക്കലി ഈ ആൽഡിഹൈഡ്, സാച്ചുറേറ്റഡ് ആൽഡിഹൈഡും അതേപോലെ കീറ്റോണും എന്തൊക്കെ ട്രാൻസിഷനാണ് കാണിക്കുക, N to പൈ സ്റ്റാറും കാണിക്കും, അതേപോലെ പൈ ടു പൈ സ്റ്റാറും കാണിക്കും. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും, യെസ്, ഓപ്ഷൻ C ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എവിടെയാണ്, ആൽക്കെയിൻസിലാണ് കാണപ്പെടുക. N to പൈ സ്റ്റാർ കണ്ടോ, എവിടെയാണ്, കാർബണൈൽ. ഇനി പൈ ടു പൈ സ്റ്റാറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ആൽക്കീനിലും കാർബണൈൽ കോമ്പൗണ്ട്സിലും ആൽക്കൈൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ട്രാൻസിഷൻ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളും N to സിഗ്മ സ്റ്റാർ ഒക്കെ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ആൻഡ് ഹാലജൻ കോമ്പൗണ്ട്സിലും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ C. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത സെഷൻ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ.